പെട്രോളിന് വില വർദ്ധിച്ച സമയത്ത് അതിന് പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആക്ഷേപഹാസ്യ രൂപത്തിൽ എൻ്റെ ചാനലിൽ, ഞാൻ ന്യൂസ് വായിക്കുന്ന ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്തു. പെട്രോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചത്. അത് വളരെ വൈറലായിരുന്നു. പെട്രോൾ ഡാമു എന്നുള്ള പേരിലാണ് പറയപ്പെടുന്നത്. ഇത് പിന്നെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ അതിന് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് എത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. വളരെ റിലവൻ്റായ ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. സാറ് കൈകാര്യം അത്തരം വിഷയങ്ങളാണ് സാറിൻ്റെ സിനിമകളിൽ കൂടുതലും പ്രമേയമായിട്ട്. അപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്ത് എങ്ങനെ സംഭവിക്കും എന്നുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാടും പിന്നെ കുറേ അറിവുള്ള കുറേ സുഹൃത്തുക്കൾ പുള്ളിക്കുണ്ടല്ലോ, അതൊക്കെ കണ്ടും സംസാരിച്ചും ക്ലിയർ ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഹലോ എവരിവൺ, കാലവർഷക്കാറ്റ് എന്ന സിനിമയിലെ കാസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഉള്ളത്. റെഡിയാണോ? വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. തുടങ്ങി ഇല്ല, ടെൻഷനാണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഫസൽ എന്നാണ്. ആറന്മുളയാണ് എൻ്റെ വീട്. വല്ലന എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ആദ്യം തൊട്ടേ ഇതിൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ പോലും ഞാൻ ഇടയ്ക്കൊരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല സിനിമയാണ്. ഞാൻ അവസാനം എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. കണ്ണൻ സാറുമായിട്ട് നേരത്തെ തന്നെ പരിചയമുണ്ട്. പിന്നെ സവാദുക്കായുമായിട്ട് ഞാൻ ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. എങ്കിലും അദ്ദേഹമായിട്ട് നല്ല അടുപ്പമായി. പിന്നെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറുപ്പക്കാരനെ സംഭവിക്കുന്ന ഒരു ട്രാജഡി ആക്ച്വലി എന്ന് തന്നെ പറയാം. പിന്നെ അമ്മ വേഷം ചെയ്തിരിക്കുന്ന നമ്മുടെ പിന്നെ പുള്ളിക്കാരി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ബ്രേക്ക് ആകും പുള്ളിക്കാരി. എന്തായാലും ഇത് പ്രേക്ഷകർക്കയിലാണ്. അവരിത് കണ്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതൊരു നല്ല സിനിമയായിട്ട് വരും, നമുക്ക് ഉറപ്പുണ്ട്. അതായത് ആൾക്കാർ അടുത്തടുത്ത ഓരോരോ വിഷയങ്ങളും ജിജ്ഞാസയോടുകൂടി കണ്ടിരിക്കാനും അതിന് അടുത്തത് എന്നുള്ള ഒരു ആൾക്കാരുടെ മനസ്സിലൊരു ഇതുണ്ടാവും. എന്തായാലും നല്ല സിനിമയാണ്. ഇതിൽ അഭിനയിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ കണ്ണൻ സാറുമായിട്ട് ഇതിൽ വർക്ക് ചെയ്തതിൽ വളരെ ഹാപ്പിയാണ്. കാര്യം പുള്ളി നല്ലൊരു ഡയറക്ടറാണ്. എന്തായാലും നല്ലതായി പോയില്ല. പറയാമോ ഈ സിനിമനെ എങ്ങനെയാണ് ഒന്ന് പരിചയപ്പെടുത്താമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? എൻ്റെ പേര് ഹരികുമ, വീട് ആലുവയിലാണ്. ഞാൻ 10-15 വർഷമായിട്ട് സിനിമ സീരിയലിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. ചെറിയൊരു ഗ്യാപ്പ് വന്നു. വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ വർക്കിന് പോകാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ വീട്ടിനടുത്ത് പ്രാദേശിക ചാനലുകളിലൊക്കെ ന്യൂസ് വായിക്കാം, പ്രോഗ്രാം ആങ്കർ ചെയ്യാറുണ്ട്. പിന്നെ ചെറിയ ഷോർട്ട് ഫിലിംസോ അതൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി പലതും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ സവാദിക്ക ആലുവയിലാണ്. അപ്പോൾ എൻ്റെ പ്രാദേശിക ചാനലുകളിലുള്ള ന്യൂസൊക്കെ ശ്രദ്ധിക്കാം. ഈ സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു ന്യൂസ് വരും. ന്യൂസ് റീഡറായിട്ട് വരാൻ പറഞ്ഞാണ് ഞാൻ വരുന്നത്. റിയൽ ലൈഫിന്റെ ജോലി തന്നെ സിനിമയിൽ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ കാലവർഷക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയാണെന്ന് വിജു കണ്ണൻ ഡയറക്ട് ചെയ്യുന്ന പടമാണെന്ന് കാണുന്നത്. അതിൽ കൂടുതൽ സന്തോഷമായി. അദ്ദേഹത്തെ കുറിച്ച് അറിയാം. ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നി. ഞാൻ ന്യൂസ് ഡബ് ചെയ്യാൻ ചെന്നു. അപ്പോൾ വേറെ 1-2 ക്യാരക്ടേഴ്സിനും കൂടി ഡബ് ചെയ്തു കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഞാൻ ട്രോൾ വീഡിയോസ് ഇറക്കാറുണ്ട്. അപ്പോൾ പെട്രോളിന് വില വർദ്ധിച്ച സമയത്ത് അതിന് പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആക്ഷേപഹാസ്യ രൂപത്തിൽ എൻ്റെ ചാനലിൽ, ഞാൻ ന്യൂസ് വായിക്കുന്ന ചാനലിൽ തന്നെ ഒരു ഇന്റർവ്യൂ പോലെ ചെയ്തു. പെട്രോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് എവിടെയാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചത്. അത് വളരെ വൈറലായിരുന്നു. പെട്രോൾ ഡാമു എന്നുള്ള പേരിലാണ് പറയപ്പെടുന്നത്. അപ്പൊ ഒരു വൈറൽ താരമാണ്. 10ഓളം ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അത്ര തന്നെ വെബ് സീരീസിൽ അഭിനയിച്ചു. പിന്നെ കുറെ സീരിയലുകളിലൊക്കെ മോഹൻ കാണിച്ചു. ഞാൻ അഭിനേതാവ് എന്നുള്ള രീതിയിലൊരു വേഷം ചെയ്യുന്നത് കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞ ജയറാമേട്ടൻ്റെ പടത്തിൽ. അതിലൊരു റൂംബോയുടെ വേഷമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ അടുത്ത കാലത്ത് ഏകൻ അനേകൻ എന്ന് പറഞ്ഞ സിനിമയിൽ മണികണ്ഠനാചാരി നായകനായിട്ട് ചിദംബരം സംവിധാനം ചെയ്ത സിനിമയിൽ മുഴുനീള ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ക്യാരക്ടർ ചെയ്തു. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് എങ്ങനെ നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്നത്? ഡയറക്ടർ സാർ വിളിച്ചിട്ടാണോ എങ്ങനെയാണ്? അതെ, ഡയറക്ടർ സാർ നേരത്തെ പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വേറെ 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം മലയപ്പുതി എന്ന് പറഞ്ഞൊരു ഫിറോസ് സംവിധാനം ചെയ്ത് മലയപ്പുതി സിനിമയും ചെയ്തു. അതിനകത്തൊരു പോലീസ് വേഷം ചെയ്തായിരുന്നു.
അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സിനിമ പാലക്കാട് അടുത്തത് പുള്ളിയുടെ തന്നെ രണ്ടാമത്തെ സിനിമ പാലക്കാട് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അടുത്ത ആഴ്ച അടുത്ത ഷെഡ്യൂൾ തുടങ്ങിയാണ്. അപ്പം അതിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിലും നല്ലൊരു മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ചേട്ടൻ ഈ ഡയറക്ടർ സാർ വഴിയാണോ ഈ സിനിമയിലോട്ട് വരുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ സവാദിക്ക അപ്പൊ പ്രൊഡ്യൂസർ വഴിയാണ് വന്നത്. അപ്പൊ ഇതിനു മുന്നേ അവരായിട്ട് ഈജിപ്തുകാരായിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. ഇപ്പൊ പിന്നെ ക്ലോസ് ഫ്രണ്ട്സ് ആയി. അപ്പൊ ഇപ്പൊ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടല്ലേ? അപ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഈ സിനിമയിലൂടെ വരുന്നത്. അപ്പൊ ഇതിന്റെ കഥയും നിങ്ങൾ സിനിമയുടെ പ്രിവ്യൂ ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നി സിനിമയൊക്കെ കണ്ടപ്പോ? അല്ലെങ്കിൽ ഇതിന്റെ കഥ കേട്ടപ്പോ എന്ത് തോന്നി? കഥ കേട്ടപ്പം ഇത് പിന്നെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് എത്രമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. ചേട്ടനാണെങ്കിൽ ഒരുപാട് ന്യൂസ് വായിക്കുന്ന ഒരാളാണല്ലോ. ശരിക്കും ഇത് ഭയങ്കര ന്യൂസ് വാല്യൂ ഉള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ സംഭവം നടക്കുന്നതിനെ പറ്റി ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? അതൊരു വായിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അത് ഈ സിനിമ ഇതിന്റെ കഥയും റിയൽ ലൈഫായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലോ. അപ്പൊ കഥ കേട്ടപ്പോ എന്ത് തോന്നി? ഇല്ല, ഞാൻ ഈ കഥയുടെ സ്ക്രിപ്റ്റും വായിച്ചിട്ട് ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ടില്ല, സ്ക്രിപ്റ്റും വായിച്ചിട്ടില്ല. എനിക്ക് ന്യൂസ് റീഡർ എന്നുള്ള രീതിയിൽ വായിക്കാനുള്ള ഒരു പോർഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ ചോദിച്ചിട്ടില്ല. എന്നാലും ഇപ്പൊ നമ്മള് തീം പറയുമ്പോൾ ഭയങ്കര ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ്, അല്ലെങ്കിൽ ഇന്നസെന്റ് ആയ ഒരുപാട് ആൾക്കാരെ പണിഷ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ അത് നമ്മുടെ ചുറ്റും നടക്കുന്നില്ലേ? അപ്പൊ ഒരു ന്യൂസ് റീഡർ അല്ലെങ്കിൽ ന്യൂസ് എത്തിച്ചു കൊടുക്കുന്ന ആളെന്ന നിലയിൽ എന്താ പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്? വളരെ റിലവൻ്റായ ഒരു സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. സാറ് കൈകാര്യം അത്തരം വിഷയങ്ങളാണ് സാറിന്റെ സിനിമകളിൽ കൂടുതലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യം. അതെ അതെ, ജുഡീഷ്യറിയെ പറ്റി ശരിക്ക് കഠിന പ്രയത്നം ചെയ്ത ശേഷമാണ് സാർ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും സോൾവ് ചെയ്ത് എങ്ങനെ സംഭവിക്കും എന്നുള്ള സാറിൻ്റെ ഒരു കാഴ്ചപ്പാടും പിന്നെ കുറേ അറിവുള്ള കുറേ സുഹൃത്തുക്കൾ പുള്ളിക്കുണ്ടല്ലോ, അതൊക്കെ കണ്ടും സംസാരിച്ചും ക്ലിയർ ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് അവർക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ അവരത് എടുക്കും. ഉറപ്പായിട്ടും എടുക്കും. ഞാൻ ഈ സിനിമ കാണാൻ കാത്തിരിക്കുകയാണ്. പോർഷൻ വായിച്ചു പോയിന്നല്ലാതെ എനിക്ക് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ ഭയങ്കര ആകാംക്ഷ റിലീസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും ഇനിയും ഒരുപാട് നല്ല റോൾസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.